സ്കൂൾ കുട്ടികൾക്ക് അവയർനെസ്സുമായി കേരള പോലീസ്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടിയുമായാണ് മുന്നോട്ട് പോകുന്നത്. സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് വിരാമമിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നടപടി. സ്കൂൾ ബസ്സുകളിൽ ഫീസ് മാത്രം ലക്ഷ്യം വെച്ച് കുട്ടികളെ അമിതമായി കുത്തി നിറച്ചു കൊണ്ടുപോയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമം തടയുന്നതിനായി സ്കൂളിൽ ബോക്സുകളും സ്ഥാപിക്കുകയാണ്. പോലീസിൻ്റെ പരാതി ബോക്സിൽ കുട്ടികൾക്കുണ്ടാകുന്ന അതിക്രമങ്ങളുടെ പരാതിയിട്ടാൽ നടപടിയുമുണ്ടാകും. അത്തരത്തിൽ വിവിധ നിർദ്ദേശങ്ങളുമായാണ് കേരള പോലീസ് രംഗത്തുള്ളത്. നമ്മുടെ എല്ലാ സ്കൂളുകളുടെ മുന്നിലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വയ്ക്കുന്ന ഒരു പരാതി പെട്ടി ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പരാതികൾ ആ പരാതി പെട്ടിയിലിട്ട് ആ പരാതികൾ പോലീസ് തന്നെ വന്ന് എടുത്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ പരാതി എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സ്കൂളുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കണമെന്നില്ല. അവർക്ക് നാട്ടിലോ വീട്ടിലോ സമൂഹത്തിലോ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ പരാതിപ്പെട്ടികൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ പരാതികൾ അത് ദുരുപയോഗം ചെയ്യാതെ ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി അതിനകത്തിട്ടാൽ ആ പരാതിപ്പെട്ടിയുടെ താക്കോൽ പരാതിയിൽ കഴമ്പുണ്ടാവണം. ആ പരാതിപ്പെട്ടിയുടെ താക്കോൽ എപ്പോഴും പോലീസിന്റെ കയ്യിലായിരിക്കും. പോലീസ് അത് കൃത്യമായിട്ട് തുറന്ന് ആ പരാതികൾ എടുക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആ പരാതിയിന്മേൽ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും ഉറപ്പായിട്ടും സ്വീകരിക്കുകയും ചെയ്യും. അതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതിപ്പോ ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബസ്സിൽ ഇപ്പം 30 പേര് കയറാനുള്ള ബസ്സിൽ ഒരു 60 പേരെ കയറ്റിക്കൊണ്ടുപോയാൽ അതൊരു കുട്ടി ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് കൃത്യമായ നടപടി നമ്മൾ പോലീസ് എടുത്തിരിക്കും. അത് കുത്തി നിറച്ചു കൊണ്ടാണ് നമ്മൾ സമ്മതിക്കില്ല. പിന്നെ ബസ്സിൽ ജീവനക്കാരെങ്കിലും പിന്നെ ബിഹേവിയർ മോശമായാൽ അത് പരാതി പെട്ടിയിൽ എഴുതിയിടാം. ജീവനക്കാരെന്തെങ്കിലും വല്ല മദ്യപിക്കുകയോ മറ്റോ ചെയ്ത ആ ഒരു മണം പോലും അടിച്ചാൽ കുട്ടികൾ എഴുതിയിട്ട് അപ്പം തന്നെ അയാളെ അവിടുന്ന് മാറ്റുന്ന രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അതിപ്പോ നമുക്ക് സർക്കാർ സ്കൂളുകൾ മാത്രമല്ല, വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും CBSE ICSE എന്തായാലും അതവിടെ എല്ലാം കുട്ടികളെ സുരക്ഷിത ഒരുക്കുക എന്നുള്ളതാണ്. സർക്കാർ സ്കൂൾ എല്ലാ സ്കൂളുകളും പബ്ലിക് സ്കൂളായിരുന്നാലും സാധാരണ കൊച്ചു പള്ളിക്കൂടമായിരുന്നാലും വലിയ പള്ളിക്കൂടമായിരുന്നാലും സൗകര്യമുള്ളതായാലും ഇല്ലാത്തതായാലും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന വാഹന സുരക്ഷിത യാത്രയാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു അപകടം പറ്റുന്നതിന് മുമ്പ് അപകടം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. രോഗം വരുന്നതിന് മുമ്പ് രോഗമില്ലാതിരിക്കാനുള്ള ജീവിതചര്യ സ്വീകരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. വാഹനങ്ങളുമായിട്ട് മാത്രമല്ല, അതിനപ്പുറം കുട്ടികളുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുന്നത്. ഒപ്പം ഇത് മാത്രമല്ല, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാതിപ്പെട്ടിയുടെ താക്കോൽ സ്കൂൾ അധികൃതരല്ല, പോലീസിന് മാത്രമേ നോക്കുന്നത്. അപ്പൊ അതിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് നോക്കുകയും അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരാതിപ്പെട്ടികളെല്ലാം നമ്മുടെ സ്റ്റേഷനുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമുള്ളൂ, എല്ലാ സ്കൂളുകളിലും കൊണ്ട് വഹിക്കുന്ന കാര്യമുള്ളൂ. ഇനി തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പല സ്കൂളുകളിലും അവയർനെസ് ക്ലാസ്സുകൾ, ആന്റി ഡ്രഗ് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകളും മറ്റുമൊക്കെ ധാരാളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പറഞ്ഞാൽ നമ്മൾ പോലീസ് ക്രമസമാധാന പാലനത്തിന്റെ ഒപ്പം തന്നെ വരുന്ന തലമുറയെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശിശു സൗഹൃദ സംവിധാനവും എല്ലാം ഈ പോലീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികൾക്ക് തന്നെ ഇപ്പൊ നമ്മളെ പോലീസ് ഓഫീസർമാരെ കാണുമ്പോൾ കുട്ടികൾ സ്നേഹത്തോടുകൂടി സാർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഈ കൊച്ചുകുട്ടികൾ അങ്കിൾ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾക്കുണ്ടായി തുടങ്ങി. അത് മാത്രമല്ല, പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് കുട്ടികൾ മുതൽ മുകളിലോട്ടുള്ളവർ തിരിച്ചറിഞ്ഞു വരുന്ന വയോജന മൈത്രിയൊക്കെ ഉണ്ടായത്. വയസ്സായ ആൾക്കാർക്ക് ഇപ്പൊ പോലീസിനോട് ഒരു സ്നേഹം വന്നത്, പോലീസ് വണ്ടി കണ്ടിട്ട് കൈ കാണിച്ച് നിർത്തി പരാതി പറയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പൊ എത്തിയില്ലേ നമ്മുടെ സമൂഹം. ഒരു മർദ്ദന ഉപാധിയല്ല പോലീസ് എന്ന് പറയുന്ന പൊതുജന സേവകരാണ്. അവർക്ക് എപ്പോഴും ഭയമില്ലാതെ തന്നെ സമീപിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണെന്നുള്ള ഒരു ചിന്ത കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് എത്തിക്കാൻ ഈ പോലീസിന്റെ ഇപ്പോഴത്തെ സംവിധാനം കൊണ്ട് നമുക്ക് സാധിക്കും. സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ടുള്ള യാത്രയും കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയും നടപടിയുമായാണ് പോലീസ് രംഗത്തുള്ളത്. നിരീക്ഷണത്തിനായി പ്രത്യേക പോലീസ് സംഘത്തിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്.